ഗുഡ് ഈവനിങ് ഓൾ. ഡെയിലി മാർക്കറ്റ് അനാലിസിസിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമുക്ക് ലാസ്റ്റ് ഫ്രൈഡേ വീണ്ടും ഒരു സെൽ ഓഫാണ് വന്നിരിക്കുന്നത്. ഈവൻ നമുക്ക് അറിയാം, നമ്മൾ അത്യാവശ്യം നല്ലൊരു രീതിയിൽ ഇങ്ങനെ കയറി പോകുമായിരുന്നു. ഈവൻ 25,000 ബ്രേക്ക് ചെയ്ത് പോകുമായിരുന്നു. അപ്പോഴാണ് നമുക്കൊരു നെഗറ്റീവായിട്ടുള്ള ഒരു ന്യൂസ് വന്നത്. ഈവൻ മാനുഫാക്ചറിങ് ഡാറ്റ പോസിറ്റീവ് ആയിരുന്നില്ല, US-ൻ്റെയൊക്കെ ആയിരുന്നു. ബട്ട് മീൻസ് US മാർക്കറ്റൊക്കെ ഫോളോ ആകാൻ തുടങ്ങി. അതോടൊപ്പം തന്നെ നമ്മൾ നെഗറ്റീവായിട്ട് തന്നെ ഓപ്പണായി മീൻസ് ഗ്യാപ്പ് ഡൗൺ ഓപ്പണായി. പിന്നെ അവിടെ നിന്ന് കണ്ടിന്യൂസ് ഒരു ഫോളോ ആയിരുന്നു ഉണ്ടായത്. എന്തായാലും നമുക്ക് ഓൾറെഡി നമ്മളത് ടെലിഗ്രാം ചാനലിലൊക്കെ ഷെയർ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ടെലിഗ്രാം ചാനലിൽ ജോയിൻ ചെയ്യാത്തവരൊക്കെ ടെലിഗ്രാം ചാനലിൽ ജോയിൻ ചെയ്യുക. മീൻസ് അത്യാവശ്യമായിട്ട് നമ്മൾ ഇമ്പോർട്ടൻറ്റ് ലെവൽ പറയുന്നുണ്ട്. മാർക്കറ്റിൻ്റെ ട്രെൻഡ് എങ്ങനെയാവും, മീൻസ് എങ്ങനെയൊക്കെയാണ് നമുക്ക് ഇമ്പോർട്ടൻറ്റ് ലെവൽസിൽ ബ്രേക്ക് ഔട്ട് തന്ന എങ്ങനെ പോകാം എന്നുള്ള കാര്യങ്ങളൊക്കെ ഡീറ്റെയിൽ ആയിട്ട് പറയുന്നുണ്ട്. ആൻഡ് മീൻസ് നിങ്ങൾ ആദ്യമായിട്ട് ചാനൽ കാണണമെങ്കിൽ ജസ്റ്റ് ഒന്ന് സബ്സ്ക്രൈബും കൂടി ചെയ്യുക. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ എന്തായാലും ലൈക്ക് ചെയ്യുക ആൻഡ് ഷെയർ ചെയ്യുക. ഓക്കെ, അപ്പോൾ അതൊക്കെയാണ് ഇനി നമുക്ക് മെയിനായിട്ട് നമ്മൾ പറയാനുള്ളത്. നമുക്ക് മൺഡേയിൽ എങ്ങനെയായിരിക്കും മാർക്കറ്റ് എന്നുള്ളതാണ്. നമ്മളൊരു നെഗറ്റീവിലേക്ക് പോയിട്ടുണ്ട്. ഈവൻ ബിയേഴ്സിൻ്റെ എൻട്രി ആണോ അല്ലെങ്കിൽ ഒരു ബിയറിഷിലേക്ക് പോയിട്ടുണ്ടോ ഇല്ലേ കാര്യങ്ങളൊക്കെ നമുക്ക് എന്തായാലും ഇപ്പോൾ നമുക്ക് നോക്കാം. അപ്പോൾ നമുക്ക് മാർക്കറ്റ് അനാലിസിസിലേക്ക് പോകാം അല്ലേ. ഓക്കെ ഫൈൻ. നമ്മൾ മീൻസ് നമ്മുടെ ചാനലിൽ നമ്മൾ കൊടുത്തിരുന്നത് കാര്യങ്ങളൊക്കെയാണ് നമ്മൾ പറയുന്നത്. ബിക്കോസ് നമുക്കൊരു നെഗറ്റീവായിട്ട് മീൻസ് ഗ്യാപ്പ് ഡൗൺ ഓപ്പണിംഗ് ആണ് ഉണ്ടായത്. അതിൽ മെയിൻ ഇമ്പോർട്ടൻറ്റ് ന്യൂസ് ഞാൻ ഷെയർ ചെയ്തിട്ടുണ്ടായിരുന്നു. ഒരു വീക്ക് ഇൻ ISM മാനുഫാക്ചറിങ് ഡാറ്റ എന്നുള്ളതായിരുന്നു. എൻ്റെ അത്യാവശ്യം എല്ലാ ഏഷ്യൻ സ്റ്റോക്കും ആൻഡ് അതോടൊപ്പം തന്നെ ഉണ്ടായ US സ്റ്റോക്കൊക്കെ ഫോളോ ആയി. പിന്നെ ഇമ്പോർട്ടൻറ്റ് ലെവൽ എങ്ങനെയാണ് വാച്ച് ചെയ്യുക, നമുക്ക് അവിടെ നിന്ന് ഗ്യാപ്പ് ഡൗൺ ആകുമ്പോൾ ഗ്യാപ്പ് ഫില്ലാവോ ഇല്ലേ എന്നുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ ആ കാര്യങ്ങളൊക്കെ വാച്ച് ചെയ്യാൻ നോക്കാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇവൻ ബാങ്ക് നിഫ്റ്റി ഓൾമോസ്റ്റ് ആ ഒരു ഗ്യാപ്പ് ഫില്ല് ചെയ്യാൻ വേണ്ടി മുകളിലേക്ക് പോയി. ഇവൻ സപ്ലൈ സോണിൽ നിന്നാണ് ബാങ്ക് നിഫ്റ്റി റെസിസ്റ്റൻസ് ഉണ്ടായത്. അപ്പോൾ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട്. വിക്സ് കീപ്പ് ഓൺ റൈസിങ് ആണ്. അപ്പോൾ ആ കാര്യം ശ്രദ്ധിക്കുക. മീൻസ് വിക്സ് റൈസിങ് ആകുമ്പോൾ വോളറ്റാലിറ്റി ഇൻക്രീസ് ആവാനുള്ള എല്ലാ ചാൻസും ഹൈ ആയിട്ട് നിൽക്കുന്നുണ്ട്. അപ്പോൾ നമുക്ക് ഒരു ക്വിക്കായിട്ട് ഇൻട്രാഡേ അനാലിസിസ് നോക്കി കഴിഞ്ഞാൽ നിഫ്റ്റി നോക്കുകയാണെങ്കിൽ നിഫ്റ്റിയിലൊരു ഗ്യാപ്പ് ഡൗൺ ഉണ്ടായിരുന്നു. ഒരു ഗ്യാപ്പ് ഡൗൺ ഉണ്ടായിരുന്നു. വീണ്ടും ആ ഒരു മീൻസ് സ്ലൈറ്റ്ലി, അതായത് ബിയറിഷ് സെൻറ്റിമെൻറ്റിൽ തന്നെയാണ് മീൻസ് നിഫ്റ്റി പോയത്. ഇവൻ ഡേ ഹൈ ബ്രേക്ക് ചെയ്തിട്ടൊന്നും നിഫ്റ്റി മേളിലേക്ക് പോയിട്ടില്ല. നമുക്ക് കാണാം ആ ഒരു ഗ്യാപ്പ് അൺഫിൽഡ് ആവാണ്ട് നിൽക്കുന്നുണ്ട്. ലാസ്റ്റ് ഡിമാൻഡ് സോണിലാണ് നിഫ്റ്റി എൻഡ് നിൽക്കുന്നത്. അപ്പോൾ അതാണ് നിഫ്റ്റിയുടെ ഒരു അനാലിസിസ്. ഇനി നമുക്ക് ബാങ്ക് നിഫ്റ്റി നോക്കാൻ നേരത്ത് ബാങ്ക് നിഫ്റ്റി കുറച്ചായിട്ടൊന്ന് ഒരു ഹൈ ലോ ഒക്കെ എടുത്ത് പോയി. ബട്ട് ലാസ്റ്റ് എന്ന് വെച്ചാൽ ആ സപ്ലൈ സോണിൽ നിന്ന് ഫാൾസ് ബ്രേക്ക് ഔട്ട് തന്നിട്ട് വീണ്ടും ഫാളാണ് ഉണ്ടായത്. ഇവൻ ഡേ ഹൈയുടെ ഓപ്പണിംഗ് റേഞ്ച് ബ്രേക്ക് ഔട്ടിലേക്കാണ് ബാങ്ക് നിഫ്റ്റി ക്ലോസിങ് ചെയ്യുന്നത്. നമുക്ക് മീൻസ് ഹയർ ടൈം ഫ്രെയിമിൽ വെച്ച് പോകുമ്പോൾ നമുക്ക് കുറച്ചും കൂടി ഡീറ്റെയിൽ എങ്ങനെയാണ് എന്നുള്ള കാര്യം നമ്മൾ ഹയർ ടൈം ഫ്രെയിം വെച്ച് നമുക്ക് മനസ്സിലാക്കാം. അപ്പോൾ അതൊക്കെയാണ് നിഫ്റ്റി ആൻഡ് ബാങ്ക് നിഫ്റ്റിയുടെ ഒരു ക്വിക്കായിട്ട് ഇൻട്രാഡേ അനാലിസിസിൽ നമുക്ക് പറയാനുള്ളത്. ഇനി നമുക്ക് മൺഡേ എങ്ങനെയാവും എന്നുള്ള കാര്യമാണ് ഇനി നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. ഓക്കെ, അപ്പോൾ അതിനെ നമ്മൾ ഫോർവേഡ് ടൈം ഫ്രെയിം വെച്ച് നോക്കുക. ഫോർവേഡ് ടൈം ഫ്രെയിമിൽ ഡിമാൻഡ് സോൺ, സപ്ലൈ ഇതൊക്കെ മാറ്റിയേക്കാം. അത് ഇൻട്രാഡേ ലെവലിലുള്ളൂ. അത്യാവശ്യം നല്ല ഒരു സപ്പോർട്ട് സോൺ, അതായത് നല്ലൊരു ബൈയിങ് ഏരിയ എന്നാണ് മീൻസ് നിഫ്റ്റിക്ക് വീണ്ടും ഒരു ബിയറിഷ് ക്ലോസ് കിട്ടിയേക്കുന്നത്. അപ്പോൾ ഇത് നമുക്കറിയാം. ബിക്കോസ് ഇവിടെ നിന്ന് നല്ല ഒരു ഫാള് കിട്ടാൻ, അതായത് ഇത് നമുക്ക് നല്ലൊരു ഫോർമേഷൻ അല്ല, ഇവൻ ബിയറിഷ് ഫോർമേഷൻ ആണെന്ന് പറയാമല്ലേ. അപ്പോൾ അങ്ങനെയാണെങ്കിൽ ഈ 24,800 എന്ന ലെവലുണ്ടല്ലോ, ആ ലെവലിനെ വാച്ച് ചെയ്യുക. ഇന്ന് അപ്പർ സൈഡിലേക്ക് വെച്ച് നോക്കുമ്പോൾ 24,800 750 ഈ ഒരു ക്യാൻഡലിൻ്റെ മേളിൽ കുറച്ചും കൂടി കയറ്റി വെച്ചാൽ അത് തന്നെ 24,800 ലെവൽ വാച്ച് ചെയ്താൽ മതി. 24,800 ലെവലിൽ നമുക്ക് എവിടെ ക്ലോസിങ് കിട്ടുന്നോ ആ ക്ലോസിങ് വെച്ചിട്ട് നമുക്ക് എന്താക്കാം, മേളിലേക്ക് പോകാനുള്ള ഒരു ട്രെൻഡ് മാറിയല്ലോ നോക്കാം. അപ്പോൾ ഇതിങ്ങനെ വെച്ച് നോക്കുമ്പോൾ ഫോർവേഡ് ടൈം ഫ്രെയിം നമുക്ക് നല്ലൊരു ബിയറിഷ് സെൻറ്റിമെൻറ്റാണ് നമുക്ക് കാണിക്കുന്നത്. ഇവൻ ഒരു ഹൈ എടുത്തിട്ട് ഈ ഒരു ഫോള് കണ്ടിന്യൂ ചെയ്യാനുള്ള ചാൻസ് നിൽക്കുന്നുണ്ട്. അപ്പോൾ മേളിലുള്ള ഹൈയും നോക്കുക, താഴെ ഈ ഒരു ലോയും നോക്കുക നിഫ്റ്റിയിൽ. ദെൻ ബാങ്ക് നിഫ്റ്റി നോക്കുകയാണെങ്കിൽ ബാങ്ക് നിഫ്റ്റിയുടെ ഇമ്പോർട്ടൻറ്റ് ലെവൽ എന്ന് പറഞ്ഞാൽ
ബാങ്ക് നിഫ്റ്റി നമുക്കറിയാം നല്ലൊരു സപ്പോർട്ട് സോണിലായിരുന്നു. വൺസ് ആ സപ്പോർട്ട് സോൺ ഒന്നും കൂടി ഒന്ന് മേളിലേക്ക് പോകാൻ ശ്രമിച്ചിട്ടുണ്ട് അല്ലേ, ബാങ്ക് നിഫ്റ്റി മേളിലേക്ക് പോകാൻ ശ്രമിച്ചു. ബട്ട് അത് കണ്ടിന്യൂ ചെയ്യാൻ പറ്റിയിട്ടില്ല. ഈവൻ ഫാൾസ് ആയിട്ടാണ് മീൻസ് ഫാൾസ് ബ്രേക്കൗട്ട് പോലെയാണ് നമുക്ക് മേളിൽ കാണാൻ കഴിയുന്നത്. അപ്പോൾ ഇതിൻ്റെ ഒരു കണ്ടിന്യൂഷൻ നോക്കുക. വൺസ് ഇവിടെ നമുക്ക് വീണ്ടും ഒരു ബിയറിഷ് ക്യാൻഡിലാണെങ്കിൽ ഇതിൻ്റെ ലോയിലേക്ക് വീണ്ടും ബാങ്ക് നിഫ്റ്റി പോകും എന്നുള്ള കാര്യം ശ്രദ്ധിക്കുക. അതോടൊപ്പം തന്നെ നമുക്ക് ഇവിടേക്ക് ഇൻബാലൻസ് ക്യാൻഡിലുണ്ട്. ഈവൻ നിഫ്റ്റിയിലും അത് കാണാൻ കഴിയുന്നുണ്ട്. ബാങ്ക് നിഫ്റ്റിയിൽ ആ ക്യാൻഡിൽ ഫില്ലാവാനുള്ള ചാൻസ് നിൽക്കുന്നുണ്ട്. നിഫ്റ്റി നോക്കുകയാണെങ്കിൽ നിഫ്റ്റിയിലും കുറച്ചും കൂടി അധികമായിട്ട് നിഫ്റ്റിയിലാണ് നിൽക്കുന്നത്. ഈ ഒരു 3 ക്യാൻഡിൽസ് നോക്കുകയാണെങ്കിൽ നമുക്ക് കാണാൻ കഴിയും ഇതൊക്കെ ഇൻബാലൻസ് ക്യാൻഡിലാണ്. അപ്പോൾ ഈ ഒരു ക്യാൻഡിൽ ഫില്ലാവാൻ ഈവൻ 24,000 വരെയും നമുക്ക് ആ റേഞ്ച് നിൽക്കുന്നുണ്ട്. അപ്പോൾ അങ്ങനെയാണെങ്കിൽ ഇവിടെ നിന്ന് ഈ ഒരു ബിയറിഷ് സെൻറ്റിമെൻറ്റ് തുടർന്നിട്ട് ഈവൻ 24,000 ടെസ്റ്റ് ചെയ്യാനുള്ള ചാൻസ് അതും നിഫ്റ്റിയിൽ നിൽക്കുന്നു. അപ്പോൾ അതാണ് നിഫ്റ്റി ആൻഡ് ബാങ്ക് നിഫ്റ്റിയുടെ ഇമ്പോർട്ടൻറ്റ് ലെവലിൽ വെച്ച് നോക്കുമ്പോൾ പറയാനുള്ളത്. ഇനി നമുക്ക് OI അനാലിസിസ് എന്ന് നോക്കാം. OIL എങ്ങനെയാണ് പെർഫോം ചെയ്തേക്കുന്നതെന്ന് നോക്കാം. OIL നോക്കുമ്പോൾ ഓപ്പൺ ഇൻട്രസ്റ്റ് വെച്ച് നോക്കിയാൽ നിഫ്റ്റിനെ വെച്ച് നോക്കുമ്പോൾ നമുക്ക് കാണാൻ കഴിയുന്നത് ലാർജ്ലി ഇത് ബാങ്ക് നിഫ്റ്റിയാണ് കേട്ടോ. നിഫ്റ്റി നോക്കാം. നിഫ്റ്റിയിൽ നോക്കുമ്പോൾ നമുക്ക് ലാർജായിട്ട് പുട്ട് അൺവൈൻഡിങ് ആണ് കാണാൻ കഴിയുന്നത്. എല്ലാ സ്ഥലത്തും പുട്ട് അൺവൈൻഡിങ് കാണാൻ കഴിയുന്നുണ്ട്. ഈവൻ 25,000 ഹ്യൂജ് പുട്ട് റൈറ്റിംഗ് ഒക്കെ കയറി വന്നതായിരുന്നു, അത് അൺവൈൻഡിങ് ആയിട്ട് കാണാം. ദെൻ കോൾ റൈറ്റിംഗ് വരുന്നുണ്ട്, 24,800 കോൾ റൈറ്റിംഗ് വരുന്നുണ്ട്. അപ്പോൾ അങ്ങനെയാണെങ്കിൽ ബിയറിഷ് സെൻറ്റിമെൻറ്റ് തുടരാൻ തന്നെ നല്ല ചാൻസ് ഹൈ ആയിട്ട് നിൽക്കുന്നുണ്ട്. ദെൻ അതോടൊപ്പം PCR ഇൻഡിക്കേറ്റ് ചെയ്യുന്നത് 0.63 ആണ്. അത് നമുക്കും ബിയറിഷ് PCR ആണ് ഇൻഡിക്കേറ്റ് ചെയ്യുന്നത്. അപ്പോൾ അതൊക്കെയാണ് നിഫ്റ്റിയുടെ ഒരു അനാലിസിസിൽ പറയാനുള്ളത്. ബിയറിഷ് ആയിട്ടുള്ള ഫോം തന്നെയാണ് OI അനാലിസിസ് ചെക്ക് ചെയ്യുമ്പോൾ നമുക്ക് കാണാൻ കഴിയുക. ബാങ്ക് നിഫ്റ്റി ആണെങ്കിലും ഓൾമോസ്റ്റ് ആ ലെവലിൽ തന്നെയാണ്. ഈവൻ ബിയറിഷ് ആയിട്ടുള്ള PCR തന്നെയാണ് ബാങ്ക് നിഫ്റ്റിയും പോയേക്കുന്നത്. പുട്ട് റൈറ്റിംഗ് സ്റ്റിൽ ഒരു ലെവലിൽ തന്നെയാണ് പോകുന്നത്, ഹ്യൂജായിട്ട് ബിൽഡ് ആവുന്നില്ല. ബട്ട് കോൾ റൈറ്റിംഗ് അത്യാവശ്യം നല്ല രീതിയിൽ എല്ലാ സ്ഥലത്തും കോൾ റൈറ്റിംഗ് കയറിയും വരുന്നുണ്ട്. അപ്പോൾ അതാണ് നിഫ്റ്റി ആൻഡ് ബാങ്ക് നിഫ്റ്റിയുടെ ഒരു OI അനാലിസിസിൽ പറയാനുള്ളത്. ബിയറിഷ് ഇൻഡിക്കേഷൻ തന്നെയാണ്. PCR 0.6 ആണ്, ബിയറിഷ് ആയിട്ട് തന്നെ കാണാൻ കഴിയുന്നുണ്ട്. അപ്പോൾ ആ 2 കാര്യങ്ങളൊക്കെ ശ്രദ്ധിച്ച് മീൻസ് ലെവൽ ഇമ്പോർട്ടൻ്റ് ആയിട്ട് തന്നെ വാച്ച് ചെയ്യുക. ഇന്നത്തെ ഡേലോ നോക്കുക. അവിടെ നിന്ന് നമുക്കിനി ഒരു പുൾ ബാക്ക് കിട്ടിയാൽ ഇന്നത്തെ ഡേലോ ബ്രേക്ക് ചെയ്ത് താഴേക്കാണെങ്കിൽ നമുക്ക് കുറച്ചും കൂടി ബിയറിഷ്നെസ് കണ്ടിന്യൂ ചെയ്യാം എന്നുള്ള കാര്യങ്ങളാണ് നമുക്ക് മനസ്സിലാവുന്നത്. OI അനാലിസിസും അതാണ് കാണിക്കുന്നത്. FIDA ഡാറ്റ ഒന്ന് നോക്കുകയാണെങ്കിൽ അപ്ഡേറ്റ് ഉണ്ടെങ്കിൽ നമുക്ക് നോക്കാം. ഫീച്ചേഴ്സ് ആൻഡ് ഓപ്ഷൻസ് സ്റ്റിൽ അപ്ഡേറ്റ് വന്നിട്ടില്ല. അപ്പോൾ ബിയറിഷ് ആവാൻ തന്നെയാണ് ഫീച്ചേഴ്സ് ആൻഡ് ഓപ്ഷൻസിലും അധികമായിട്ടുള്ള ചാൻസ് വരുന്നത്. അപ്പോൾ അതൊക്കെയാണ് ഇമ്പോർട്ടൻ്റ് ആയിട്ട് പറയാനുള്ളത്. മീൻസ് ഇനി എന്തെങ്കിലും കാര്യം ഉണ്ടെങ്കിൽ നിങ്ങൾ എന്തായാലും കമൻറ്റിലൂടെ അറിയിക്കുക. ആൻഡ് അതോടൊപ്പം തന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങളും എന്തായാലും കമൻറ്റിൽ അറിയിക്കുക. ആൻഡ് താങ്ക്സ് ഫോർ വാച്ചിങ് ദിസ് വീഡിയോ.